ദേ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി നോക്കിയേ, നമുക്ക് നീളം വാക്കിന് 1 ഏക്കർ സ്ഥലമാണ്. നീളം വാക്കിനെന്ന് പറയാൻ കാരണം ദേ ഇപ്പോൾ ഇതിൻ്റെ ഒരറ്റത്തൂടെ നമുക്ക് അങ്ങേ അറ്റം വരെയും പോകുന്ന രീതിയിൽ വഴി ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം പ്രോപ്പർട്ടിയാണ്. ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് അകത്തൂടെ ഇങ്ങനെ ഒരു വഴി അങ്ങ് ഫോം ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ പ്ലാവും മാവും ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ കുറേ തേക്ക് മരങ്ങളും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിലും, ഇനി അതല്ല എടുത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ്. മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വില ഉദ്ദേശിക്കുന്നത് പെർ സെൻറ്റ് വന്നിട്ട് 80,000 രൂപയാണ്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ശരിക്കും തിരുവനന്തപുരം കൊല്ലം ബോർഡറാണ്. പ്രോപ്പർട്ടി ഉള്ളത് കൊല്ലം പോളച്ചിറയിലാണ്. അതായത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ പാരിപ്പള്ളിയിൽ നിന്ന് പരവൂര് പോകുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ, അതായത് ESI മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് ഒരു 3-3.5 കിലോമീറ്റർ വരുമ്പോൾ അമ്മാരത്ത് മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡാണ്. ആ റോഡ് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ ഈ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. നമുക്കിതാ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൻ്റെ അതേ വീതി തന്നെ പ്രോപ്പർട്ടിയുടെ അങ്ങേ അറ്റം വരെയും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ചാത്തന്നൂർ കയറാനായിട്ട് ഏകദേശം 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകാനായിട്ട് ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് വർക്കലേക്ക് ഈസിലി പോകാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് വർക്കലൊക്കെയുള്ള ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും കേട്ടോ. അത്രയും നല്ല വൃത്തിയുള്ള വീതിയുള്ള റോഡാണ് നമുക്ക് വർക്കലയിലേക്കായാലും വരുന്നത്. ഇതാ ഈ രീതിയിൽ നല്ല നീറ്റായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും അറ്റത്ത് മതിൽ കാണാം കേട്ടോ. ആ ഒരു വൃത്തിക്കാണ് ഇതിനകത്ത് ആ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഒരേ വരിക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലൊരു പഴയ കെട്ടിടം ഇതിനകത്തുള്ളത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഇൻ കേസ് പണിക്കാരെ എന്തെങ്കിലും നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിപ്പിച്ച് ഇതിനകത്ത് ഒരു ചെറിയൊരു ഫാമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലും നമുക്കിതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുറച്ച് ആടും കോഴിയും അല്ലെങ്കിൽ പശുവിനെയൊക്കെ വാങ്ങി ഒന്ന് തുറന്നു വിടണമെങ്കിൽ തന്നെയും നമുക്ക് തുറന്നു വിടാൻ പറ്റും. അത്രയ്ക്ക് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 80,000 രൂപയാണ്. ഈ ചുറ്റുവട്ടമൊക്കെ നിങ്ങളൊന്ന് വില അന്വേഷിച്ച് നോക്കിയാൽ മതി. സാധാരണഗതിയിൽ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലൊരു വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഇട്ടിട്ടുള്ളത്. പ്രോപ്പർട്ടിക്കകത്ത് തന്നെ നമുക്ക് കിണറുണ്ട്, പമ്പെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനി വെള്ളത്തിനൊന്നും വേറെ ബുദ്ധിമുട്ടുമില്ല. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കല്ല.